ആത്മശക്തി കൊണ്ട് നിറയുന്നതിനെ കുറിച്ച് പീറ്റർ അച്ഛൻ പറഞ്ഞു. വിശക്കുമ്പോ ഭക്ഷണം നോക്കിയിരിക്കുന്ന പോലെ അച്ഛൻ്റെ ഈ ടോക്കിന് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. നമ്മളവരെ ഇന്ന് ഹോളി ക്രൈസ്റ്റ് ഗ്രൂപ്പിന്റെ 442 വായനയുടെ അവസാനവും ഹോളി സ്പിരിറ്റ് ഗ്രൂപ്പിന്റെ 443 വായനയുടെ ആരംഭവും ഇന്ന് തിരുസഭയുടെ സാധാരണഗതിയിൽ ഞാൻ ബൈബിള് അതാത് ദിവസത്തെ വചനമാണ് വ്യാഖ്യാനിക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആത്മശക്തിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ ലൂക്കയുടെ സുവിശേഷം വായിച്ചത്. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 49-ാമത്തെ വാക്യം, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും. ഒരു കാര്യം ആദ്യമേ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ആത്മശക്തിയാൽ നിറയപ്പെടാൻ ആർക്കാണ് യോഗ്യത എന്ന് ചോദിച്ചാൽ, വചനത്തിന്റെ പൊരുൾ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും യോഗ്യരാണ്. എല്ലാ മനുഷ്യരും യോഗ്യരാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, മനുഷ്യനാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ നമുക്കൊക്കെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, ആത്മശക്തിയാൽ നിറയാൻ ഉള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം. ആ ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് വരെ നഗരത്തിൽ വസിക്കുക. എന്താണ് നഗരം? ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ നഗരം എന്ന് പറയുന്നത് ജെറൂസലേം ദേവാലയമാണ് നഗരം. ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ദേവാലയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം, അല്ലെങ്കിൽ ആത്മശക്തിയാൽ നിറയാൻ ഏറ്റവും നല്ല മാർഗം ദേവാലയത്തിൽ പോയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഊർജം ചോർന്നു എന്ന് തോന്നുമ്പോൾ, പഴയൊരു തീക്ഷ്ണത ഇല്ലെന്ന് തോന്നുമ്പോൾ, എനിക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോഴൊക്കെ എൻ്റെ 1-2 ആത്മാ സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രങ്ങളിൽ പോകാറില്ല. ഏതെങ്കിലും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കട്ടപ്പനയൊക്കെ ഏരിയയിലൊക്കെ കുറച്ച് ഈ മെന്റൽ പേഷ്യൻസിന്റെ സ്ഥാപനങ്ങളുണ്ട്. ഒരു ഫ്രാൻസ് കപ്പുച്ചിനച്ചൻ്റെ. അപ്പൊ അവിടെ പോയി അവരോടൊപ്പം താമസിച്ച് പരമാവധി സമയം പള്ളിയിൽ തന്നെ ചെലവഴിക്കും. അതല്ല, പെട്ടെന്നൊരു ഷോർട്ട് ബ്രേക്കില് ഒരു ബ്രേക്ക് ആണെങ്കിൽ വണ്ടിയെടുത്ത് 2 കുപ്പി വെള്ളം വണ്ടിയിൽ വെച്ചിട്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ഇടവകയില ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഇന്ന സ്ഥലമൊന്നുമില്ല, പരിചയമില്ലാത്ത പള്ളിയിൽ ഇടവകയില് പള്ളി പോയിരിക്കും. അത് ഈ വൈദിക വേഷത്തിലായിരിക്കില്ല, സാധാരണ വേഷത്തിൽ, നമുക്ക് വേറെ ശല്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആ ഇരിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മളൊന്ന് നിറഞ്ഞിട്ടാ വന്നെ. പെട്രോള് അടിക്കാൻ പോകുന്ന പോലെ, പെട്രോള് തീർന്നു പോകുമ്പോൾ അടിക്കാൻ പോകുന്ന പോലെ ഒരു പോക്കുണ്ട്. ഈ ദേവാലയത്തിൽ പോയിരിക്കുക, അത് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുക എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദേവാലയത്തിൽ തന്നെ ആയിരിക്കാം. ഇനി എന്താണ് വാസം? അവിടെ പോയി കുറെ ദേവാലയത്തിൽ കുറെ ഭക്താനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ടോ കുറെ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ടോ ആത്മശക്തിയാൽ നിറയപ്പെടില്ല. ദേവാലയത്തിൽ വസിക്കണം. ആ വാസം വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, യൗസേപ്പിതാവും മാതാവും ഒക്കെ ദേവാലയവാസികളായി.
പക്ഷെ സത്യത്തില് എന്തുകൊണ്ടോ ഗതികേട് കൊണ്ട് പഴയ കാലങ്ങളിൽ അമ്പലവാസികൾ എന്നൊരു പേരുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല. ദേവാലയവാസികൾ, പള്ളിവാസികൾ എന്നൊരു പേര് വന്നിട്ടില്ല. കാരണം നമ്മൾ ആര് തന്നെയും ദേവാലയത്തിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനാ ഈ ഉള്ളവൻ പോലും, പള്ളിയുടെ തൊട്ടടുത്ത് പള്ളിമേട പണിത് താമസിക്കുന്ന ഈ ഉള്ളവൻ പോലും, അല്ലെങ്കിൽ മറ്റച്ചന്മാരെ തന്നെ പറഞ്ഞത് മോശമാണല്ലോ, അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ ഉള്ളവൻ പോലും ദേവാലയത്തിൽ വസിക്കുന്നില്ല എന്നുള്ള, പള്ളിമേടയിലാണ് വസിക്കുന്നത്. അപ്പം ഈ ദേവാലയത്തിലെ വാസം വളരെ പ്രധാനപ്പെട്ടത്. പ്രാർത്ഥിക്കുക, ഭക്താനുഷ്ഠാനങ്ങൾ നടത്തുക, ആചാരങ്ങൾ നടത്തുക, കർമ്മങ്ങൾ നടത്തുക, കർമ്മങ്ങൾ സ്വീകരിക്കുക, ഇതിനപ്പുറത്തേക്ക് ദേവാലയത്തിൽ വസിക്കാൻ പറ്റുന്നുണ്ട്. ദേവാലയത്തിൽ വസിക്കുന്ന ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ ഒപ്പം വസിക്കാൻ പറ്റും. അപ്പോൾ ആത്മശക്തിയാൽ നിറയപ്പെടാനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഈ ശക്തി കിട്ടുന്നത് വരെ, മിനിമം ആദ്യത്തെ പ്രാവശ്യമെങ്കിലും കിട്ടുന്നവരെ, ചോർന്നു പോകുമ്പോഴുള്ള വിട്, ആദ്യത്തെ കിട്ടണവരെ ദേവാലയത്തിൽ വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വാസം എന്നുള്ളത് വളരെ ആഴത്തിൽ പഠിക്കപ്പെടേണ്ടതാണ്. സമയക്കുറവുകൊണ്ട് അതിന്റെ ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ഈ ആത്മശക്തിയാൽ നിറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദേവാലയത്തിൽ വസിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 48-ാമത്തെ അധ്യായം 22-24 വാക്കുകളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. യെശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ അവൻ ആത്മശക്തിയാൽ നിറഞ്ഞ് അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വളരെ മാതൃകാപരമായ, ആത്മശക്തിയാൽ നിറയാനായിട്ട് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ഹെസക്കിയയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്താണ്? ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിക്കും. നമ്മുടെ കർമ്മങ്ങളൊക്കെയും ദൈവത്തിന് പ്രീതികരമാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ നിലപാട്, നമ്മുടെ സമീപനങ്ങള്, നമ്മുടെ സ്പർശങ്ങള്, നമ്മുടെ നൽകലുകള്, നമ്മുടെ വാങ്ങലുകള്, നമ്മുടെ കച്ചവടങ്ങള്, നമ്മുടെ യാത്രകള് എല്ലാം ദൈവത്തിന് പ്രീതികരമാണ്. ഈ എന്തിനേറെ നമ്മുടെ ശുശ്രൂഷ പോലും ദൈവത്തിന് പ്രീതികരമാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ദൈവത്തിന് പ്രീതികരമായവ ചെയ്യും. അപ്പോൾ ആത്മശക്തിയാൽ നിറയണമെങ്കിൽ മറ്റൊരു കണ്ടീഷൻ അതാണ്, ദൈവത്തിന് പ്രീതികരമായവ. എനിക്ക് പ്രീതികരമായതല്ല, ജനത്തിന് പ്രീതികരമായതല്ല, നമ്മുടെ നേതാവിന് പ്രീതികരമായതല്ല, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പ്രീതികരമായതല്ല, രാഷ്ട്രത്തിന് പ്രീതികരമായതല്ല, ദൈവത്തിന് പ്രീതികരമായത് ചെയ്യും. അടുത്തതോ, ദാവീദിന്റെ മാർഗത്തിൽ ചരിക്കണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പാരമ്പര്യത്തിൽ ചരിക്കണം. പാരമ്പര്യം എന്ന് പറയുന്നത് വചനത്തില് എല്ലാം എഴുതപ്പെട്ടിട്ടില്ല. അപ്പസ്തോലന്മാരുടെ പാരമ്പര്യവും ആ പാരമ്പര്യത്തിലും നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അപ്പൊ വചനം മാത്രമായിട്ട് എടുക്കുമ്പോൾ ഈ വചനം എഴുതപ്പെട്ടത് പാരമ്പര്യത്തിലാണ്. പാരമ്പര്യത്തിൽ നിന്നാണ് വചനം ഉണ്ടായത്. ക്രിസ്തു പറഞ്ഞത് അപ്പ എഴുതി വെക്കുകയല്ലോ ചെയ്തത്. ക്രിസ്തു പറഞ്ഞത് കേട്ട് പാരമ്പര്യത്തിലൂടെ കൈമാറി കിട്ടിയതാണ് രേഖാമൂലം ബൈബിളായിട്ട് മാറിയത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പാരമ്പര്യത്തെ, ദാവീദിന്റെ കാര്യങ്ങളെ എടുക്കുക എന്ന് വെച്ചാല് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ദാവീദിന്റെ മാർഗത്തിൽ ചരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്, നമ്മുടെ അപ്പസ്തോലിക പാരമ്പര്യം. അപ്പസ്തോലിക പാരമ്പര്യം നമ്മുടെ കാരണവന്മാരുടെ പാരമ്പര്യമല്ല, അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാല് അപ്പസ്തോലിക പാരമ്പര്യം വിട്ടുപോയി പ്രൊട്ടസ്റ്റന്റോ മറ്റേതിലേക്കോ പോയാല് ഈ നിറയാൻ പറ്റില്ല എന്ന് തന്നെയായി പറഞ്ഞതിന്റെ പൊരുള്. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കും. ഈ അപ്പസ്തോല പാരമ്പര്യത്തിൽ നിന്ന്, മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കും. അവിടെ ഇവിടെയും ചാഞ്ചാടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ പ്രവാചകന്മാരുടെ പ്രബോധനം കേൾക്കും. പ്രവാചകന്മാരുടെ പ്രബോധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പമാരുടെ, വൈദികരുടെ, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരുടെ ഒക്കെ
പ്രവാചക സ്റ്റാൻഡ് പോയിന്റിലുള്ള വാക്കുകൾ, അച്ഛന്റെ വാക്കുകളല്ല, മറിച്ച് പ്രവാചകന്റെ വാക്ക്. മെത്രാന്റെ വാക്കല്ല, പ്രവാചകന്റെ വാക്ക്. മാർപ്പാപ്പയുടെ വാക്കല്ല, പ്രവാചകന്റെ വാക്ക്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അച്ഛനും മെത്രാനും ഒക്കെ അവരവരുടെ വൈകാരിക തലങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ മാർപ്പാപ്പ ഒരു തമാശ പറഞ്ഞിട്ട് അതുപോലും ഔദ്യോഗിക പ്രബോധനമാക്കി മാറ്റിയ ചരിത്രം നമുക്കുണ്ട്. തമാശ പറഞ്ഞതാ, തമാശ ഔദ്യോഗിക പ്രബോധനമാക്കി മാറ്റി. അപ്പം അത് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. പ്രവാചക പ്രബോധനങ്ങളെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഈ ഹെസക്കിയ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആത്മശക്തിയാൽ നിറയാനായിട്ട് 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിക്കണം. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ പ്രവാചക പ്രബോധനങ്ങൾക്ക് വിധേയമാകണം. ഇനി കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ, 1-4 വാക്യങ്ങള്. പൗലോസ് ശ്ലീഹ തൻ്റെ ആത്മശക്തിയെ കുറിച്ചാണ് പറയണം. എൻ്റെ വചനവും പ്രസംഗവും ദൈവത്തിൻ്റെ സാക്ഷ്യമാകുന്നത് വാഗ്വിലാസമോ വശീകരണമോ ആത്മാവിൻ്റെ വശീകരണമോ കൊണ്ടല്ല, വിജ്ഞാനം കൊണ്ടല്ല, മറിച്ച് ആത്മാവിൻ്റെ ശക്തി കൊണ്ട്. അപ്പൊ നമ്മുടെ പ്രഘോഷണ ദൗത്യങ്ങള്, നമ്മുടെ വചന വായന, നമ്മുടെ വചന പ്രഘോഷണങ്ങള്, മറ്റുള്ളവരെ തിരുത്തുന്നതൊക്കെ 3 കാരണങ്ങൾ കൊണ്ടല്ല എന്ന് പൗലോസ് പറയും. ഏതൊക്കെയാണ്? വിജ്ഞാനം കൊണ്ടല്ല, വാഗ്വിലാസം കൊണ്ടല്ല, വശീകരണം എന്ന് വെച്ചാല് ആകർഷണീയത കൊണ്ടല്ല. പലപ്പോഴും ഈ വചനപ്രഘോഷണം നടത്തുമ്പോൾ കഥ പറയണം, ഏതെങ്കിലും ഒരു കഥ പറയണമെന്നൊക്കെ അച്ഛന്മാര് സാധാരണ പറയാറുണ്ട്. അത് വശീകരിക്കാൻ വേണ്ടിയിട്ട്. വശീകരണം കൊണ്ടൊന്നും ഈ ആത്മാവിന്റെ നിറവുണ്ടാവില്ല. ആത്മാവിന്റെ നിറവില് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി പോരാ, നമ്മുടെ വായലനാക്ക് പോരാ, നമ്മുടെ വിജ്ഞാനം പോരാ, മറിച്ച് ആത്മാവിന്റെ ശക്തി വന്നാലാണ് നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവസാക്ഷ്യമായി മാറുക. അപ്പൊ ആത്മശക്തിയാൽ അറിഞ്ഞാലാണ് സത്യത്തില് ഈ സാക്ഷ്യങ്ങള് ആയിട്ട് മാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ പ്രസംഗമോ അല്ലെങ്കിൽ വാഗ്ധോരണിയോ ഒക്കെ ആയിട്ട് മാറാം എന്ന് സാരം. ലൂക്കയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തില് യേശുവിന്റെ തന്നെ അനുഭവം പറയുക. യേശുവിന്റെ അനുഭവം ഇതാണ്. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ആ പരീക്ഷണങ്ങളെയൊക്കെ യേശു അതിജീവിച്ച് കഴിഞ്ഞിട്ട് ലൂക്കാ സുവിശേഷൻ ഒരു വാക്ക് കുറിച്ചു വെക്കുകയാണ്. 14-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ആത്മശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി. അപ്പൊ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടണമെങ്കിൽ ക്രിസ്തു പോലും ചെയ്ത കാര്യം പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ള. പ്രലോഭനങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ സൗന്ദര്യത്തോടുള്ള നമ്മുടെ സമീപനം, സമ്പത്തിനോടുള്ള പ്രലോഭനം, സൗന്ദര്യത്തോടുള്ള പ്രലോഭനം, സ്ഥാനമാനങ്ങളോടുള്ള പ്രലോഭനം, മറ്റുള്ളവരുടെ സൽപ്പേരിന്റെ പ്രലോഭനം, ഒരുപാട് പ്രലോഭനങ്ങളുണ്ടല്ലോ. സമയത്തിന്റെ പ്രലോഭനം, തിരക്കിന്റെ പ്രലോഭനം. തിരക്കാണ്, എപ്പോഴും തിരക്കാം. ഈ തിരക്ക് ഒരു പ്രലോഭന, തിരക്കായിട്ട് അഭിനയിക്കാം. അപ്പോ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചാലാണ്, കീഴടക്കിയാലാണ് ആത്മശക്തിയാൽ നിറയപ്പെടുള്ളൂ. യേശുവിന് പോലും ഈ പിശാചിനെ, പ്രലോഭനങ്ങളെ അതിജീവിച്ചത് കൊണ്ടാണ് ശക്തി ലഭിച്ചതെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഗലീലയിലേക്ക് മടങ്ങിയത് എന്നുള്ളത്. പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. എല്ലാവരോടുമൊപ്പം, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പൊ ശക്തി ലഭിക്കുന്നത് നമുക്ക് ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമ്മൾ ശക്തി ലഭിക്കുന്ന ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിരിക്കരുത്. നമുക്കറിയാം, അപ്പസ്തോലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അമ്മയോടൊപ്പം അവര്
ദേവാലയത്തിൽ തന്നെ ചെലവഴിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ചെലവഴിച്ചപ്പോഴാണ്. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം. എല്ലാ വിശുദ്ധരും എന്ന് വെച്ചാല് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും എന്നാണ്. ഇന്നിപ്പോ അന്നത്തെ എല്ലാ ക്രിസ്ത്യാനികളും വിശുദ്ധരായിരുന്നു, ഇന്നത്തെ എല്ലാ ക്രിസ്ത്യാനികളും വിശുദ്ധരല്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാ വിശുദ്ധരോടുമൊപ്പം എന്ന് അന്ന് പൗലോസ് ലീഗ പറഞ്ഞത് എല്ലാ ക്രിസ്ത്യാനികളെയും ഉദ്ദേശിച്ചാണ്. മിനിമം ഇന്നത്തെ കാലത്ത് വിശുദ്ധരോടൊപ്പം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വിശാലമായ അർത്ഥത്തില് എല്ലാ ക്രിസ്ത്യാനികളും എന്ന് തന്നെ എടുക്കേണ്ടി വരും. ചുരുങ്ങിയ അർത്ഥത്തില് നമ്മളോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെന്ന അർത്ഥത്തിൽ എടുക്കേണ്ടി വരും. വളരെ ചുരുങ്ങിയ അർത്ഥത്തില് നമ്മുടെ യഥാർത്ഥ വിശുദ്ധര്, അതായത് സഭ ഔദ്യോഗികമായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചവരെന്നുള്ള ധ്വനിയിലും എടുക്കേണ്ടി വരും. ഏതായാലും ഇവരോടൊക്കെ ആരോടെങ്കിലും ഒക്കെ ചേർന്നാലാ ഈ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുകയുള്ളൂ. ഒറ്റയാൽ തുരുത്തുകൾക്കൊന്നും പരിശുദ്ധാത്മാവ് നിറയില്ല. ഇനി അഥവാ നിറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഒരാള് ഒറ്റയ്ക്ക് ജീവിക്കുന്നവൻ, സ്വാർത്ഥനായ ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. അപ്പം ഈ മറ്റുള്ളവരോട് ചേർന്നിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്ന് വേണം നമ്മൾ. അപ്പൊ മറ്റുള്ളവരോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടുക. അങ്ങനെ കിട്ടുമ്പോഴാണ് ഏത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും. ഇതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ഉയരം എന്ന് വെച്ചാൽ ദൈവബന്ധത്തെ സൂചിപ്പിക്കുന്ന, വീതി എന്ന് പറയുന്നത് ലോകബന്ധത്തെ സൂചിപ്പിക്കുന്നു, നീളം എന്ന് പറയുന്നത് നമ്മുടെ അളവിനെ, ശുശ്രൂഷയുടെ അളവിനെ സൂചിപ്പിക്കുന്നു, ആഴം എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ, ഈ തലങ്ങളിലൂടെയൊക്കെ ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയാലാണ് നമുക്ക് ശക്തി, വിശുദ്ധരോടൊപ്പം ശക്തി ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. കൊറിന്തോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല. ാണ് നിധി ലഭിച്ചിട്ടുള്ളത്. കാരണം പരിശുദ്ധാത്മാ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെ. ഈ ആത്മശക്തി എന്ന് പറയുന്നത് ഇരിക്കുന്നത് മൺപാത്രത്തിൽ. മൺപാത്രം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ തന്നെ, ശരീരം തന്നെയാണ്. അവന്റെ മോഹങ്ങളും അവന്റെ പ്രലോഭനങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും അവന്റെ വിചാരങ്ങളും ഒക്കെ കൂടിയതാണ്. ഇതിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാല്, ഈ മൺപാത്രത്തില് വെച്ചാല് ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ആത്മശക്തി ചോർന്നു പോകാനോ വഴുതി പോകാനോ ഉടഞ്ഞു പോകാനോ ഒക്കെ കൈമോശം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴും നമ്മൾ ഓർക്കണം. ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നതുകൊണ്ട് സ്ഥിരമായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഒരു നിമിഷാർത്ഥത്തില് ആത്മശക്തി കിട്ടിയെന്ന് വെച്ച് എപ്പോഴും ആ ആത്മശക്തി കൂടെ ഉണ്ടാകണമെന്നില്ല. മൺപാത്രത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നിരന്തരമായി ഈ ആത്മശക്തിയാൽ മൺപാത്രത്തിൽ നിന്ന് പാത്രമുടയാതെ, പാത്രത്തിൽ നിന്ന് കവിഞ്ഞു പോകാതെ, പാത്രം വലിച്ചെടുത്ത്, മൺപാത്രത്തിന് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ, ഈ ജലാംശമുള്ളതൊക്കെ വലിച്ചെടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ അതിന്റെ ജീവജലം വലിച്ചു പോകാതെ ഒക്കെ സൂക്ഷിക്കണം. മൺപാത്രത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് അപകടങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ മൺപാത്രങ്ങൾ ഇപ്പൊ നമ്മുടെ അമ്മമാര് തീരെ വെറുക്കുന്നത്. ഈ മൺപാത്രങ്ങള് കൈകാര്യം ചെയ്യാൻ വലിയ പാടാ. അപ്പൊ അതുകൊണ്ട് ഈ മൺപാത്രത്തിലാണ് പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞിരിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വേണം എന്ന് സാരം. കൊറിന്തോസിന്റെ തന്നെ 2-ാമത്തെ ലേഖനത്തിൽ തന്നെ 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പൗലോസ് തന്റെ ജീവിത അനുഭവം വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ശക്തി ലഭിക്കാൻ ഞാൻ പീഡ സഹിക്കാം, നിങ്ങളും പീഡ സഹിക്കണം ശക്തി ലഭിക്കാൻ. അപ്പൊ
ശക്തി ലഭിക്കണമെങ്കിൽ തത്തുല്യമായ പീഡകള് ക്ലേശങ്ങൾ സഹിക്കേണ്ടത്. അത് അവരവര് സഹിക്കേണ്ടതുണ്ട്, മറ്റുള്ളവർക്ക് ശക്തി ലഭിക്കാനും കൂടി നമ്മൾ സഹിക്കണം. രണ്ട് സഹനങ്ങൾ വേണം. ഒന്ന്, അവനവനിൽ ആത്മശക്തി നിറയാൻ. രണ്ട്, അപരനിൽ ആത്മശക്തി നിറയാൻ. അപരനിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളിയില്, നമ്മുടെ മക്കളില്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവരിലൊക്കെ ആത്മശക്തിയാൽ നിറയാൻ അതിന് നമ്മള് ക്ലേശങ്ങളും പീഡകളും സഹിക്കേണ്ടതുണ്ട്, പരിത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മള് ഈ കരിസ്മറ്റിക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വന്നൊരു ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ദോഷവശം ഇതാണ്. സ്തുതിപ്പും പ്രാർത്ഥനയും വചനവായനയൊക്കെ മതി, പീഡാസഹനങ്ങള് ക്ലേശങ്ങളൊന്നും വേണ്ട. രോഗശാന്തി, അത്ഭുതങ്ങള്, അടയാളങ്ങള് ഒക്കെ പോസിറ്റീവാ. എല്ലാം ഇത് കിട്ടണ വഴിയാ. തൂമ്പയുടെ പരിപാടി മാത്രമേ കൊടുക്കണ പണിയൊന്നും പറയണില്ല, സഹനത്തിന്റെ വഴികളൊന്നും പറയില്ല. അപ്പോ അത് മറക്കരുത്. ഈ സഹനത്തിന്റെ വഴികളിലൂടെയാണ്, ക്ലേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്, പീഡകൾ സഹിച്ചുകൊണ്ടാണ് ഈ ആത്മശക്തിയാൽ എന്നറിയപ്പെടുള്ളൂ. അൽഫോൻസാമയുടെ സ്ഥലത്ത് തീർത്ഥാടനത്തിന് ഞാൻ ഒരിക്കൽ ഒരു പള്ളിയിൽ നിന്ന് പിള്ളേരെ കൊണ്ടുപോയി. അൾത്താര സംഘവും ഗായക സംഘവും ഒക്കെ ആയിട്ടാ പോയി. കൂട്ടത്തിൽ കന്യാസ്ത്രീകളും ഉണ്ടാകും. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ അവിടുത്തെ മഠത്തില് ഉപയോഗിച്ച വസ്തുക്കൾ വെച്ചേക്കണ കൂട്ടത്തില് ഈ മുള്ളരഞ്ഞാണം വെച്ചേക്കണമാണ്. മുള്ളരഞ്ഞാണം, പിന്നെ ചാട്ട, ഇതൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോ കൂടെ വന്ന സിസ്റ്ററിനോട് ചോദിച്ചു, പിള്ളേര് ചോദിച്ചു, സിസ്റ്ററെ ഇതൊക്കെ എന്തിനാ? അപ്പൊ സിസ്റ്ററിന് ഒരു പിടി കിട്ടിയില്ല. സിസ്റ്ററിന് അറിയാമല്ല ഇത് എന്തിനാന്ന്. അപ്പൊ ഇത് നിങ്ങൾക്കൊന്നുമില്ലേ? അപ്പൊ സിസ്റ്റർ എടുത്ത വഴിക്ക് പറഞ്ഞു, ഞങ്ങളുടെ കോൺഗ്രിഗേഷന് ഇതൊന്നുമില്ല, ഞങ്ങളുടെ കോൺഗ്രിഗേഷന് ഇതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറഞ്ഞു വന്നത് ഈ പരിത്യാഗത്തിന്റെ വഴികളാണ് ആത്മശക്തിയാൽ നിറയപ്പെടാനായിട്ട് പൗലോസ് പറയുന്ന ഉദ്ദേശം. അപ്പൊ ക്ലേശങ്ങളും പീഡകളും സഹിക്കണമെന്നുള്ളത്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കൈവെപ്പ് വഴി, അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി കിട്ടണം കണ്ടു കഴിഞ്ഞപ്പോ അത് കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് ഒരുത്തൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൈവെപ്പിലൂടെ കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ കാശ് കൊടുത്താൽ കിട്ടണമല്ല, അവൻ ആ കാശ് കൊണ്ട് തന്നെ ശപിക്കപ്പെട്ടു എന്നുള്ള. കാശ് കൊടുത്ത് മേടിക്കാവുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി. തച്ചിന് കാശ് കൊടുത്ത് നിങ്ങൾ കുറച്ചു പേർക്ക് കുറെ പേരോട് ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളണം, എനിക്ക് ആത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചോളണം എന്ന് പറഞ്ഞ് എത്തിച്ചിട്ട് പോയാലൊന്നും പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയപ്പെടാൻ പോലും അത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ലാന്ന് ചുരുക്കം. കച്ചവടം ചെയ്ത് കിട്ടണമല്ല പരിശുദ്ധാത്മ ശക്തി. മാത്രമല്ല, അപ്പൊ അവനവന്റെ പ്രയത്നം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു തരുന്നു എന്നോർത്ത് നോക്കിയിരുന്നേക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളത്. മാത്രമല്ല, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, കൈവെപ്പിലൂടെ അപ്പസ്തോലിക കൈവെപ്പിലൂടെ ഈ പരിശുദ്ധാത്മ ശക്തി നിറയുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. മാമോദീസയിലൂടെ ക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ് എല്ലാ വിശ്വാസികളും. എന്ന് വെച്ചാല് അപ്പസ്തോലിക പൈതൃകമുള്ള സഭകളിൽ മാമോദീസ സ്വീകരിച്ചു. അപ്പൊ ആ പൊതു പൗരോഹിത്യം ഉപയോഗിച്ച് കുരിശുവര പ്രാർത്ഥനയിലൂടെ അവനവൻ തന്നെ ആ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കും. ആ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ മക്കളുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ഒക്കെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയും. ഇനി പ്രത്യേകമായി ശുശ്രൂഷ പൗരോഹിത്യമുള്ള വൈദികര്, മെത്രാന്മാര്, അങ്ങനെയുള്ളവരോടും നമുക്ക് ഈ കൈവെപ്പിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ പഴയ കാർന്നവന്മാര് കൊച്ചിനൊരു അസുഖം വന്നു കഴിഞ്ഞാല് പരീക്ഷ വരുമ്പോൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒക്കെ ഈ മക്കളെയും കൊണ്ട് ഈ കാർന്നവന്മാര് അച്ഛന്മാരുടെ അടുത്തേക്ക് ചെല്ലും.
അച്ഛ ഒന്ന് തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അപ്പൊ പരിശുദ്ധാത്മ ശക്തി കൈവെപ്പിലൂടെ, അത് അച്ഛന്മാരും പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, അതായത് നിങ്ങളോട് സൂചിപ്പിച്ചത്, നിങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥിച്ചാലും കിട്ടും. തീർച്ചയായിട്ടും അച്ഛന്മാര് പ്രാർത്ഥിച്ചാൽ കൂടുതൽ കിട്ടുമായിരിക്കും, അതെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ അനുഭവം നിങ്ങളെ തെളിയിക്കും. അപ്പൊ ഇതൊക്കെയാണ് വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ടുള്ള, ആത്മശക്തിയാൽ നിറയപ്പെടാനുള്ള വഴികൾ വചനം പറഞ്ഞു. ചില പ്രായോഗിക കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സമയം കഴിഞ്ഞെങ്കിലും ഒരു 2-3 മിനിറ്റോടെ എടുക്കുകയാണ്. ലൂക്കയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തില് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. ഇത് പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് ഈ ഒരു പ്രാർത്ഥനാ ശൈലി സ്വന്തമാക്കുന്നതല്ല. എന്താണ് ചോദിക്കുക? ചോദിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തുതിപ്പിന്റെയും അപേക്ഷകളുടെയും യാചനകളുടെയും ഒക്കെ വായ കൊണ്ടുള്ള സകല കസർത്തുകളും അതിൻ്റെ അകത്തുണ്ട്. ചോദിക്കുവിൻ ലഭിക്കും. അപ്പോ അത് വാചിക പ്രാർത്ഥനയാണ് അതിന്റെ സൂചന. അന്വേഷിക്കുവിൻ കണ്ടെത്തും, അത് കാഴ്ചയുടെ പ്രശ്നമാണ്. നമുക്കറിയാം, ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് നമുക്കറിയാം, വിളിച്ചിട്ട് ഈ താബോർ മലയിലേക്ക് കൊണ്ടുപോകുന്നു, മഹത്വം കാണിച്ചു കൊടുക്കാൻ, ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. അപ്പൊ ക്രിസ്തുവിനെ കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. വെറുതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക, വെറുതെ ഇരിക്കുക, ക്രിസ്തുവിന്റെ അടുത്ത് വെറുതെ ഇരിക്കുക. അത് മൂന്നാമത്തെ പ്രാർത്ഥനയുടെ 2-ാമത്തെ ഘട്ടമാണ്. 1-ാമത്തെ ഘട്ടം പ്രാർത്ഥനയുടെ വാചിക പ്രാർത്ഥനയാണെങ്കിൽ 2-ാം ഘട്ടം നിശബ്ദതയുടെ പ്രാർത്ഥനയാണ്. അത് കേൾവിയും കാഴ്ചയൊക്കെ ആയിട്ട് പോകും. ഈശോ എന്താ പറയണേ? കേൾക്കുന്നു. അത് നിശബ്ദതയുടെ സൂചനയാണ് ആ 2-ാം ഘട്ടം നടക്കുന്നത്. 3-ാം ഘട്ടം മുട്ടുക എന്നുള്ള, മുട്ടുകല്ല് എന്ന് പറയുന്നത് സ്പർശത്തിന്റെ സാധ്യതയാണ്. നമുക്കറിയാം, രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ സ്പർശിച്ചത്, ആരെന്നെ സ്പർശിച്ചതെന്ന് ചോദിച്ചു. പലരും മുട്ടി, പക്ഷെ സ്പർശിച്ചത് അവളാണ്. ഈ മുട്ടൽ എന്ന് പറയുന്നത് സത്യത്തില് ഈ ആത്മശക്തിയാൽ എന്ന് പറയുന്നത് സ്പർശം ഉണ്ടാകണം. അതാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, അവനോടൊത്ത് വസിക്കണം, അല്ലെങ്കിൽ ദേവാലയത്തിൽ വസിക്കണം, നഗരത്തിൽ വസിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത് കൂടിയായിരിക്കുക എന്നുള്ള, ദൈവത്തിന്റെ കൂടിയായിരിക്കും. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു 3-ാം യാമത്തിലേക്ക്, പ്രാർത്ഥന വാചിക പ്രാർത്ഥനയിൽ നിന്ന് നിശബ്ദതയിൽ നിന്ന് സ്പർശത്തിലേക്ക് മാറുമ്പോഴാണ് ആത്മാവിനാൽ നിറയപ്പെടുക. ഇത് നമ്മുടെ വിശുദ്ധരൊക്കെയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം യേശുനാമത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്ന യേശുവിന്റെ നാമം. അപ്പൊ പരിശുദ്ധാത്മ ശക്തിയെ നിറയാനായിട്ട് സദാസമയം ദൈവനാമം ഉരുവിട്ടുകൊണ്ട് ജീവിക്കുക, സുഹൃതജപം ചൊല്ലിക്കൊണ്ട് ജീവിക്കുക. നമ്മുടെ പഴയ കാരണവന്മാരുടെ ഭാഷയിൽ ചെവിട്ടോർമ്മ എന്ന് പറഞ്ഞ സാധനവും, മരിക്കാൻ കിടക്കുന്ന സമയത്ത് മിണ്ടാൻ പറ്റാത്ത അവസരത്തില് വായു വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായ കൊണ്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഹൃദയം കൊണ്ട് എന്തെങ്കിലും പറയട്ടെ എന്നോർത്ത് ചെവിട്ടോർമ്മ ചൊല്ലിക്കൊടുക്കുന്ന ശൈലിയും. അപ്പൊ ഈ ഹൃദയം നിരന്തരം മന്ത്രിച്ചു കൊണ്ടിരിക്കണം ആത്മശക്തിയാൽ നിറയപ്പെടണമെങ്കിൽ. ഇത് ബൈബിള് പറയുന്ന അല്ലെങ്കിലും പ്രായോഗികമായ ജീവിതത്തിൽ നിന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഓരോ പരിശുദ്ധാത്മാവിന് നന്മയിൽ നിറയപ്പെടാൻ ആണ് സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയത്, നന്മയിൽ നിറയപ്പെടാൻ. അപ്പൊ നന്മ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയപ്പെടുക എന്നത്. സ്ഥൈര്യലേപനം എന്ന വാക്ക് തന്നെ സ്ഥിരപ്പെടുത്തുന്ന ലേപനമാണ്, സ്ഥിരപ്പെടുത്തുന്നത് നന്മ ചെയ്തിട്ടാണ്. അപ്പം നന്മ ചെയ്യാനാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. അപ്പൊ നന്മ ചെയ്താണ് പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടത് എന്ന് സാരം. ഓരോ നന്മ ചെയ്യുമ്പോഴും, ഓരോ സൽക്കർമ്മം ചെയ്യുമ്പോഴും, ഓരോ ഉപവിപ്രവർത്തനം ചെയ്യുമ്പോഴും ആത്മാവിന്റെ നിറവിലേക്കാണ് നമ്മൾ വളരുക. പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായിട്ടും ഉദാശകളാണ്. ഉദാശകള് അർത്ഥഗർഭമായി സ്വീകരിക്കുമ്പോൾ, വെറുതെ കടത്തു കഴിച്ച് എണ്ണം കൂട്ടാനായിട്ടല്ല, മറിച്ച് അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോ ഉദാശയിലും
അളവറ്റ വിധം പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ നിറയപ്പെടും. അപ്പോൾ ഓരോ ഉദാശയും അതിന്റെ പൂർണ്ണതയിൽ, കുമ്പസാരവും കുർബാനയും പ്രത്യേകിച്ച് അതാണല്ലോ നമുക്ക് അടുത്തടുത്ത് സ്വീകരിക്കാൻ പറ്റുന്നത്. അത് അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടും. ഇവിടെ ഞാൻ ചുരുക്കിയാണ്. ആത്മശക്തിയാൽ നിറയപ്പെടാനായിട്ട് ഏതാനും ഭാഗങ്ങൾ മാത്രം, ഒട്ടേറെ കാര്യങ്ങൾ നമുക്കും നിങ്ങൾക്കും ഒക്കെ പറയാനുണ്ടാകും. എൻ്റെ മനസ്സിൽ ഓടി വന്ന കാര്യങ്ങളാണ് പങ്കുവച്ചത്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ സാധിക്കട്ടെ. ആത്മശക്തിയാൽ ശക്തിയുള്ളവരായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.